അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ്, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക,
പെരുമയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവ് നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. ജോബ് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇത് ജോബ് ചോദിക്കണല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട്. ഇപ്പം ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ജോബിനെ ദൈവം ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്, സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെ പോലെ. അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. സാത്താൻ നമുക്കറിയാലോ പ്രതീകാത്മകമാണ്. അതായത് സാത്താൻ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് ജോബ്. അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അതാണ് ചോദ്യം. ജോബ് 2:3. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠന തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് അഭിമാനിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ്. ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. നമ്മളും ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പൈതലിന് തോന്നിക്കും. എന്താണ്? ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലെന്ന്. എന്താണ്? എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെ ആണ്. പക്ഷെ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ജോബിൻ്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അത് ഈ 2:10. എന്താണ്? ദൈവത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ നീതിശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ, അത് ഒന്നിനു വായിച്ചത് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? അതാണ് നീതി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ദാസനെ നീ കണ്ടു. ആ ഭാഗം ഒന്നിനു വായിച്ചേ. ജോബ് 2:3. ജോബ് 2:3 2:10 നമ്മളെ കണക്ഷൻ. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ഇപ്പം എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട്. ഈ നീതിനിഷ്ഠ ആധ്യാത്മികമൊക്കെ ദൈവവുമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും
ഈ നീതി അവൻ സ്വയം സഹിച്ചുകൊണ്ട് നീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ്. അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അലോസരപ്പെടുന്നത്? അതാണ് അവൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ചവെക്കുന്നത്. ആത്മീയത മാത്രമല്ല, ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സങ്കല്പമല്ല, വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ
പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ
രണ്ടാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ
രഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
രഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. 4-ാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ.
ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ 5-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ,
മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി രാജു, എൻ്റെ മകൾ ഹന്ന രാജു. ഞങ്ങൾ പെരുമ്പാവൂർ വല്ലം സെൻറ്റ് തെരേസസ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജനുവരി 8, 2025 ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് ഡിസംബർ ക്രിസ്മസിൻ്റെ ആ ദിവസം ഒരു പനി വന്ന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്, പെരുമ്പാവൂർ. അവിടെ ചെന്ന് മരുന്നെടുത്ത് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്ന് വീണ്ടും അവൾക്ക് വയ്യാതെയായി. പെട്ടെന്ന് ആൾ പറയുന്നതൊന്നും സ്ഥിരമല്ലാത്ത പോലെയായി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രിയും ഇവൾ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെയൊക്കെ വരുത്തി നേരം വെളുത്ത് ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒന്നുകിൽ രാജഗിരി അല്ലെങ്കിൽ ലിസിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലിസിയിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുവന്ന് പെട്ടെന്ന് എത്താനായിട്ട്. ലിസി ഹോസ്പിറ്റലിൽ വന്ന് അവർ പരിശോധിച്ചപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവൾ പറയുന്നത് എന്താണെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അവർ MRI ചെയ്തു. MRI ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആഡം എന്ന് പറയുന്ന ഒരു അസുഖം, ADEM, അതായത് തലച്ചോറിനും സ്പൈനൽ കോഡിനും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് രണ്ടും ഇവൾക്ക് നന്നായിട്ട് ബാധിച്ചു. സ്പൈനൽ കോഡിന് ബാധിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ആൾ ഫ്ലാറ്റായത്, അതായത് പാരലൈസ്ഡ് ആയിപ്പോയി. പിന്നെ സംസാരിക്കാൻ പറ്റില്ല, കൈയും കാലമൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മോളെ കൊണ്ടുപോയി. അങ്ങനെ മോളെ ICU വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്തു. കാരണം പെട്ടെന്ന് എപ്പോൾ സംഭവിക്കുക, എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വെൻറ്റിലേറ്ററും കണക്ട് ചെയ്തു. പീഡിയാട്രിക് ICUയിൽ അവളെ കയറ്റി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി കാശുരൂപം കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞാനും ചേട്ടന് കാശുരൂപം വെച്ച് നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിന് 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും. ചിലപ്പോൾ പെട്ടെന്ന് റിക്കവറായി പോരുകയും ചെയ്യും. നമുക്ക് 3, 5 ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഏകദേശം ഇവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെഡിസിനോടൊക്കെ റിയാക്റ്റ് ചെയ്യണം. MRIയുടെ റിസൾട്ട് വന്ന് അന്ന് തന്നെ മെഡിസിൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മെഡിസിനൊക്കെ ഭയങ്കര കോസ്റ്റിലാണ്. അപ്പോൾ ഡോക്ടർ വെച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, ഇത് നല്ല കോസ്റ്റ്ലിയുള്ള മരുന്നുകളാണെന്ന് വെച്ചു. അപ്പോൾ കാശിൻ്റെ കാര്യം നോക്കണ്ട, ഡോക്ടർ അത് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒന്നിനോട് ഇവൾ പ്രതികരിക്കുന്നുണ്ടായില്ല. ആളെ ഇടയ്ക്ക് കണ്ണു തുറക്കെങ്കിലും നമ്മളൊന്നും മനസ്സിലാവോ, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ഈ ചേച്ചി നന്നായി കാശുരൂപം വെച്ച് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ മോൾക്ക് വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കും. പക്ഷേ ഡോക്ടർ പറയും ഒരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. അപ്പം ചേട്ടൻ്റെ മകൾ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞു നമുക്കിനി ഇവിടെ കിടത്തണോ, രാജഗിരിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ മോള് മറ്റു ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു എവിടെ ചെന്നാലും ഈ ട്രീറ്റ്മെൻറ്റാണ്, ഇത് കുറച്ച് ദിവസം കിടക്കും, ചിലപ്പോൾ മോള് റിയാക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു അവസ്ഥയിൽ വെൻറ്റിലേറ്റർ കണക്ഷനോടുകൂടി മോളെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്കിവിടെ തന്നെ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ 3 ദിവസം ഞങ്ങൾ പീഡിയാട്രിക് ICUയിൽ കിടന്നു. അതിന് ശേഷം ഇവൾക്ക് ഇനി എയർ ബെഡിൽ കിടത്തണം. അപ്പോൾ അതുകൊണ്ട് ന്യൂറോ ICUയിലേക്ക് മാറ്റി. ആ മാറ്റുന്ന സമയത്ത് അവിടെ ചാപ്പലുണ്ട്. അപ്പം ഞാൻ നിത്യാരാധന കേന്ദ്രമുള്ള, അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ പോയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മോളുടെ അടുത്തേക്ക് എപ്പോഴും ICUയിലായതുകൊണ്ട് നമ്മൾ കയറ്റില്ലല്ലോ.
അപ്പോൾ അവിടെ ഇരുന്നാണ് എപ്പോഴും ഞാൻ ഇരിക്കാറ്. അപ്പോൾ ആ പീഡിയാട്രിക് ICU മാറ്റിയപ്പോൾ ഓൾറെഡി ഞാൻ പോയില്ല മോളെ ഇറക്കണത് കാണാനായിട്ട്. അതിനെ ന്യൂറോ ICUയിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കും, മോൾക്ക് വ്യത്യാസം വരും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു വ്യത്യാസം മുകളിൽ കാണിച്ചാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ന്യൂറോ ICUയിലേക്ക് മാറ്റിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എപ്പോഴും നമ്മൾ മകളെ വിളിച്ചുകൊണ്ടിരിക്കണം, കാരണം വിളിച്ച് അവളൊരു അണിഞ്ഞാലാണ് അവൾക്ക് ഇങ്ങനെ ബോധം വരുള്ളൂ, എപ്പോഴും സെഡേഷനിലാണ്. അങ്ങനെ ഞാൻ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്നെ കണ്ടു. ആ ഒരു ഇതിൽ അവൾ ഒത്തിരി കരഞ്ഞു, അതുപോലെ തന്നെ ഞാനും കരഞ്ഞു. പക്ഷെ അതൊരു നിമിഷം മാത്രം, പിന്നെ അത് അവൾക്ക് അതിൽ ഓർമ്മയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഞാനും ചേച്ചിയോടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഇതൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനും ചേട്ടനും രാത്രി പോയി തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കായിരുന്നു. രാവിലെ വൈകിട്ടും അവിടുത്തെ ചാപ്പലിൽ കുർബാനയും കൂടായിരുന്നു. എപ്പോഴും നമ്മൾ ICUയിലേക്ക് കടത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവിടെ, എപ്പോഴും മോളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമായിരുന്നു. എല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അവിടെ ചെന്ന് ഞാൻ മോളോട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവൾക്ക് ഓർമ്മയൊന്നുമില്ല, എന്നാലും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മോൾക്ക് ഒരു കുഴപ്പം വരത്തില്ല, മാതാവ് ഇനി മോൾ പേടിക്കേണ്ട, മാതാവ് മോൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ഞാൻ എന്നും തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കായിരുന്നു. ഉപ്പ് ഇവളുടെ ICU ബെഡിൽ വിതറായിരുന്നു. അങ്ങനെ അവൾ പതിയെ വലത്ത് കൈ ആദ്യം അനക്കി, അത് കഴിഞ്ഞ് ഇടത്തെ കാലും അനക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറച്ച് ദിവസം അവൾ വ്യത്യാസം വരുത്തുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോയപ്പോൾ അവൾ മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി, ഇവൾ റിക്കവറായി പോരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവളുടെ മുഖത്താണ് മൊത്തം ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് റെറ്റ്യൂസ്മി എന്ന് പറഞ്ഞ സംഭവം തൊണ്ടയിൽ ചെയ്തു. അതായത് തൊണ്ടയിൽ നേരിട്ട് വെന്റിലേറ്ററും ഓക്സിജൻ ട്യൂബൊക്കെ പിടിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഇനി അവൾ പിന്നെ സംസാരിക്കില്ല. ഇനി അത് അടച്ചാൽ മാത്രമേ അവൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് തൈലമൊക്കെ പറ്റി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവളെ പതിയെ കസേരയിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവിടുത്തെ സിസ്റ്റേഴ്സ് നഴ്സുമാർ എഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോൾ പതിയെ ഇരിക്കെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ഇഴുകി താഴെ പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കൊച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത കോഴ്സ് തുടങ്ങും. ഒരു പ്ലാസ്മ ഫെറിസ് എന്ന് പറഞ്ഞൊരു ഡയാലിസിസ് ഉണ്ട്. അത് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വേണ്ട അത് കയറ്റേണ്ട, മാതാവ് അവളെ നടത്തിച്ചോളും, അത് ഇത്തിരി റിസ്ക് പിടിച്ചതാണ്, കാരണം ലിവറിനൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരും, അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് അച്ഛനെ വിളിച്ച് നോക്കാം, അച്ഛനെ നാളെ കാണാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ വിളിച്ച് നോക്കി, പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനെ വന്ന് കാണാം, ഫോട്ടോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവർ ഫോട്ടോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മോളെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കൊടുന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ കൈവയ്പ്പ് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോള് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നെ അങ്ങനെ കണ്ണടച്ച് കാട്ടി. അങ്ങനെ എനിക്ക് കാശുരൂപം അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ഇവളുടെ കൊന്തയിൽ കയ്യിലിടിക്കാൻ പറ്റുള്ളൂ. ആ കയ്യിലിടിച്ച് ഇതിന് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് പ്ലാസ്മ ഫെറിസ് ഡയാലിസിസ് വേണ്ട, മോള് കാലനക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കിരിക്കാനും നമ്മൾ സഹായം ഉണ്ടെങ്കിലും കൈയും കാലൊക്കെ അനക്കാനും തുടങ്ങി. പിന്നെ 27 ദിവസം ഞങ്ങൾ ICU വെൻറ്റിലേറ്ററിൽ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റൂമിലേക്ക് കടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒപ്പം അവളെ 2 കൈയും പിടിച്ച് നടത്തിക്കാനും ഇതിനൊക്കെ നോക്കി. പെട്ടെന്ന് മാതാവ് ഓരോ അനുഗ്രഹങ്ങളാണ് മോൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഓർമ്മ വന്നപ്പോൾ തുടങ്ങി മോള് മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളോട് ചോദിക്കാനും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, മോളെ മാതാവ് കൂടെയുണ്ട്, മോള് പേടിക്കണ്ട, നമുക്ക് ഇത്രയും തന്നില്ലേ, ഇനി മാതാവ് മോളെ നടത്തിച്ചോളും. പിന്നെ മോളെ SSLC ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ SSLC എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, കാരണം പാരലൈസ്ഡ് കൈയൊന്നും അനങ്ങില്ല, വലത്തെ കൈ അനങ്ങുന്നെങ്കിലും എഴുതുമ്പോൾ പേരൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു, സാരമില്ല, നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം, സ്ക്രൈബ് വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ എഴുതട്ടെ, കൊല്ലം കളയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് റിക്കവർ ആയതിനു ശേഷം ഇവൾ പറയും, ഞാൻ തന്നെ SSLC എഴുതുമ്പോൾ എൻ്റെ പരീക്ഷ ആരും എഴുതണ്ട, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതും, എനിക്ക് മാതാവ് ഇത്രയും തന്നില്ല, ആ അനുഗ്രഹം കൂടി എനിക്ക് മാതാവ് തരും. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 1 മാസം കറക്റ്റ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എൻ്റെ മോള് പരമാവധി നടക്കാൻ കഴിയണം, ഞങ്ങളോട് സഹായിച്ചെങ്കിലും മകൾ നടക്കണം, അതേപോലെ സംസാരിക്കണം. അപ്പോൾ ഇവൾക്ക് ഈ തൊണ്ടയിൽ ഇത് ചെയ്തുകൊണ്ട് ഡോക്ടർ അത് അടച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവൾ പെട്ടെന്ന് റിക്കവർ ആയത് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നമുക്കത് അടയ്ക്കാം, അവൾക്ക് കുഴപ്പമില്ല,
എൻഡോസ്കോപ്പി ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഡോക്ടർ നേരിട്ട് ഭക്ഷണം കൊടുത്തു, അവളത് കഴിച്ചു. അന്ന് തന്നെ അത് അടയ്ക്കുകയും ചെയ്തു. പിന്നെ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ 1 മാസം ട്യൂബിക്കോടെ ആയിരുന്നു ഭക്ഷണം, വേറെ ഒന്നും തന്നെ അവൾ ഭക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത് അടച്ച പിന്നെ അവൾക്ക് ചെറുതായിട്ട് കഞ്ഞി കൊടുക്കും. പിന്നെ അവൾ സംസാരിച്ചു. അപ്പോൾ അത് അടച്ചപ്പോൾ തന്നെ അവൾ സംസാരിച്ചു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് 1 മാസം ഞങ്ങൾ ICUയിൽ കിടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം പിന്നെ അഥവാ അല്ലെങ്കിൽ നമ്മൾ പാലിയേറ്റീവിൽ പോകണം, പാലിയേറ്റീവ് കിടത്തി ഇവളെ നോക്കണം, ചിലപ്പോൾ 1 വർഷം കിടക്കേണ്ടി വരും, കാരണം മോളുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി. ഇങ്ങനെ ഒരു കേസ് തന്നെ അവിടെ വന്നിട്ടില്ല. ഇതിന് മുമ്പ് 3-5 കേസുകൾ ഇങ്ങനെ പിള്ളേർക്ക് വന്നിട്ടുണ്ട്. അത്ര അധികം വരുന്ന അസുഖമല്ല അത്. പക്ഷേ ആ പിള്ളേർ ചിലവരൊക്കെ പെട്ടെന്ന് റിക്കവറായി, ചിലവർ ഇങ്ങനെ ഇപ്പോഴും ഇതുണ്ട്. ഈ മോള് പക്ഷേ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമാണ് നടന്നതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് മോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ പതുക്കെ അവൾ തന്നെ റിക്കവറായി. അവൾ തന്നെ SSL എഴുതാൻ അവൾ തന്നെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ടീച്ചർമാരും എല്ലാവരും വന്ന് സഹായിച്ച് അങ്ങനെ അവൾ SSLC എഴുതി. സ്ക്രൈബ് വെച്ചെങ്കിലും അവൾ സ്ക്രൈബിൻ്റെ ആവശ്യമില്ലാതെ തന്നെ SSLC എഴുതി. ആ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ എക്സാമൊക്കെ തീർത്തു. SSLC റിസൾട്ട് അവൾ നല്ല മാർക്കോട് പാസ്സായി. 3A+, 6 Aയും 1 B+ഓടുകൂടി മോൾ പാസ്സായി. ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ മോൾ ഇത്രയും എഴുതുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒത്തിരി അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞാൻ പത്രം കൊടുക്കും, അപ്പോൾ ചേട്ടൻ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പക്ഷേ ചേട്ടനും കൂടി എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ 2 പേരും കൂടിയാണ് പത്രമൊക്കെ കൊണ്ടു കൊടുക്കാറ്. പിന്നെ നമ്മൾ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വയ്യാണ്ട് കിടക്കുന്നവർക്ക് സഹായിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ വയ്യാണ്ട് കിടക്കുന്ന അവിടെയൊക്കെ പോയി അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയാറുണ്ട്. പിന്നെ ഈ ലോകം മുഴുവൻ ഒത്തിരി, കാരണം മോളുടെ ഇത് ഒത്തിരി വൈറലായതായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന ഒന്നുകൊണ്ടും അവൻ്റെ അനുകൊണ്ടും വന്നുകൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് മോളെ കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആരും തന്നെ പ്രതീക്ഷിച്ചല്ല മോളെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക സഹായം ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ദിവസം ബില്ലടയ്ക്കുന്ന സമയം വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുമായിരുന്നു. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ബില്ലടയ്ക്കണമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അതും അടച്ചു പോന്നിരുന്നു. അത്രയും വലിയ സഹായം അനുഗ്രഹം നമുക്ക് മാതാവ് ഒക്കെ ചെയ്യിക്കാറുണ്ട്. അതുപോലെ ICUയിൽ കിടക്കുന്ന മക്കളായാലും ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായാലും ഒത്തിരി അനുഗ്രഹം. പ്രിൻസിപ്പൾ പറയുമായിരുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം നല്ലല്ലോ മകൾ, നമുക്ക് ഈശോ തന്ന മകളല്ലേ, അപ്പോൾ ഈശോ നോക്കിക്കോളും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രിൻസിപ്പൾ എപ്പോഴും പറയുമായിരുന്നു. എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം മാതാവിന് ഈശോയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയും. ഞാൻ ബെഡ് റിഡൻ ആയിരുന്നപ്പോൾ അമ്മ കൈമയും കാലുമയും ഒക്കെ എപ്പോഴും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ SSLC ഒന്നും എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ കൂടി എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റി. ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ജെറമിയ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ഷിജി രാജു എന്ന ഈ സഹോദരി ഇതിൻ്റെ സാക്ഷ്യം. കാരണം ഒട്ടും ചെറിയ രോഗമല്ല, വലിയ ക്ലേശവും ഒരുപക്ഷെ മരണം വരെ എത്താവുന്ന അപകടകരമായ അവസ്ഥയുള്ള ഒരു അസുഖമാണ്. എന്നാൽ അമ്മ മാതാവ് തൻ്റെ കരങ്ങളിൽ പൊന്നുപോലെ എടുത്ത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യമായത് സാധിച്ചു കൊടുക്കുന്ന അമ്മ, എല്ലാവരും കൈവിട്ടതിനെ ഏറ്റെടുത്തുകൊണ്ട് കരുതലോടുകൂടി സൗഖ്യവും ആരോഗ്യവും കരുതലും നൽകുന്ന അമ്മ ആ മകളെ എങ്ങനെയാണ് തൻ്റെ ഉടമ്പടിയിലൂടെ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് നയിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് സംഭവിക്കുന്നത് ഡിസംബർ 26-ാം തീയതി മുതലാണ്. ഡിസംബർ മാസം 26-ാം തീയതി ജനുവരി മുഴുവനും മകൾ ഏതാണ്ട് അവസാന ദിവസങ്ങൾ വരെ വെന്റിലേറ്ററിലാണ്. ഫെബ്രുവരിയിലാണ് മകളൊന്ന് എഴുന്നേറ്റിരിക്കുവാനും ഒന്ന് വേച്ച് നടക്കുവാനും പരസഹായത്തിൽ നടക്കുവാനും പോകുന്നത്. അപ്പോഴും കൈകാലുകൾക്ക് ആരോഗ്യം പൂർണ്ണമായിട്ടില്ല. ഈ മകളാണ് മാർച്ച് മാസം SSLC പരീക്ഷ എഴുതുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തെ SSLC സ്ക്രൈബിനെ വെച്ച് എഴുതുവാൻ വേണ്ടി എല്ലാവരും മകളോട് പറയുമ്പോൾ കൈക്ക് വേഗതയില്ല, കൈ ചലിക്കിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യുവാൻ അവൾക്ക് സ്വയമേവ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. കൂട്ടത്തിലിരുത്തുവാൻ പറ്റില്ല, പ്രത്യേക മുറിയിലെ ഇരുത്തുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ശാരീരികമായി മുഴുവനും തളർച്ചയുള്ളപ്പോൾ മകൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവ് ഇത്രത്തോളം എന്നെ എത്തിച്ചെങ്കിൽ ഈ പരീക്ഷ എന്നെക്കൊണ്ട് എഴുതിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും. അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാനിത് എഴുതുകയാണെന്ന്.
ചെറിയ വിജയമല്ല മകൾക്ക് കിട്ടിയത്. 3 A+, 6 A, 1 B+. എത്ര സുന്ദരമായി, എത്ര അത്ഭുതകരമായി തൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും തൻ്റെ തുടർ പഠനത്തിന് വഴിയൊരുക്കി തരികയും തന്നെക്കൊണ്ട് തന്നെ പരീക്ഷ എഴുതിക്കുവാൻ തൻ്റെ കരങ്ങൾക്ക് ബലവും തൻ്റെ ബുദ്ധിക്ക് പ്രകാശവും തൻ്റെ പഠിച്ചതൊക്കെയും തിരികെ ഓർമ്മയിലേക്ക് തക്ക സമയത്ത് കൊണ്ടുവന്ന് തന്നുകൊണ്ട് അമ്മ മാതാവ് എങ്ങനെ ഈശോയും അമ്മ മാതാവും ചേർന്ന മകളെ സംരക്ഷിക്കുകയും അത്ഭുതകരമായ സൗഖ്യവും അത്ഭുതകരമായ വിജയവും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സഹായവും നൽകിയെന്ന് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പലപ്പോഴും അമ്മയോട് പറയും, അമ്മ എവിടെ നിന്നറിയില്ല മുല്ലപ്പൂ ഗന്ധം കിട്ടുന്നുവെന്ന്. അമ്മ പറഞ്ഞപ്പോൾ ഇവിടെ വിട്ടുപോയതാണത്. പലപ്പോഴും മകൾ അമ്മയോട് പറയും, എവിടെ നിന്നറിയില്ല വല്ലാതെ മുല്ലപ്പൂ ഗന്ധം കിട്ടുന്നുവെന്ന്. തിരിച്ച് അമ്മ മോളോട് പറയും, മോളെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. ഇത് സന്തോഷത്തോടു കൂടി ഈ കുടുംബം ജീവിതം വല്ലാതെ പതറിയ ഉലഞ്ഞ നിമിഷങ്ങളിൽ, നാളുകളിൽ ഉടമ്പടിയിൽ അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് എങ്ങനെ വിശ്വാസം തിരികെ പിടിച്ചു, എങ്ങനെ ജീവിതം തിരികെ പിടിച്ചു, എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി തങ്ങളുടെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം ഇത് സൗഖ്യപ്പെടുത്തുന്ന ഔഷധമായും ഇത് ബലപ്പെടുത്തുന്ന അഭിഷേകമായും മാറുമെന്ന ബോധ്യത്തോടു കൂടി മകൾക്ക് നൽകിയെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച, ഈ മകൾക്ക് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങൾക്കും സൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം